നെഹ്റു ട്രോഫി വള്ളം കളിക്കായി തിരക്ക് പിടിച്ച മുന്നൊരുക്കത്തിലാണ് ക്ലബ്ബുകൾ. പരിശീലനവും ക്യാമ്പ് പ്രവർത്തനം മുതൽ എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടി വരുമ്പോൾ പണം എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന ആശങ്കയിലാണ് ക്ലബ്ബുകൾ. നിലവിലെ ഹാട്രിക് ചാമ്പ്യന്മാർ PBC പള്ളാത്തുരുത്തി തുഴയുന്ന ജലചക്രവർത്തി കാരിച്ചാൽ പരിശീലനത്തിനായി നീരണിഞ്ഞു കഴിഞ്ഞു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ചുണ്ടൻ വള്ളങ്ങൾ മാലിപ്പുരകളിൽ നിന്ന് നീറ്റിലിറക്കി തുടങ്ങി. മടങ്ങിപ്പോയ തുഴച്ചിലുകാർ പലരും തിരികെ എത്തി. കരക്കാരും ക്ലബ്ബുകളും സജീവമായി. വള്ളം നീറ്റിലിറക്കി വളരെയേറെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. നെഹ്റു ട്രോഫിക്കും പായിപ്പാട് ജലോത്സവത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വള്ളം നീറ്റിലിറക്കിയിരിക്കുന്നത്. ആവേശത്തിമിർപ്പിലാണ് ഇപ്പോൾ പള്ളാത്തുരുത്തി കരക്കാർ. വള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആവേശമായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ആവേശത്തിൻ്റെ കുറവ് കാണിക്കേണ്ട കാര്യമില്ല. പഴയ ടീമിനെ അതേപടി വീണ്ടെടുക്കുന്നത് വെല്ലുവിളിയാണ്. തുഴച്ചിലുകാരിൽ പ്രവാസികളും പ്രൊഫഷണലുകളും കായിക താരങ്ങളും സേനാംഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗം പേരും ജോലിസ്ഥലത്തേക്ക് തിരിച്ചുപോയി. ഇതോടെ പുതിയ ടീം രൂപീകരിക്കേണ്ടി വരും. തുഴച്ചിൽക്കാർ ഞങ്ങൾക്ക് ഏകദേശം ഒരു 135-നടുത്തുണ്ടായിരുന്നു. അതിൽ പിന്നെ പ്രൊഫഷണൽസ് ഉൾപ്പെടെയാണ്. അത്രയും പ്രൊഫഷണൽസ് എല്ലാം ഇപ്പോൾ തിരികെ പോയിരിക്കുകയാണ്. അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയധികം സാമ്പത്തിക ചെലവുണ്ട്. ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ CBL മത്സരം കണ്ടുകൊണ്ടാണ് എല്ലാവരും നെഹ്റു ട്രോഫിക്ക് പൈസ മുടക്കുന്നത്. ഇപ്പോൾ CBL ഇല്ലാത്തത് ഒരു വലിയൊരു തിരിച്ചടിയാണ്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉപേക്ഷിക്കരുതെന്ന ആവശ്യവും ശക്തമാണ്. CBL മുന്നിൽ കണ്ടാണ് പ്രമുഖ ക്ലബ്ബുകാർ പണമിറക്കിയത്. CBL ആണ് നമുക്കിനി അത്യാവശ്യമായിട്ട് നടത്തേണ്ടത്. ഇത്രയും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറ്റ ക്ലബ്ബുകളെ എല്ലാവരെയും പിടിച്ചു നിർത്തണമെങ്കിൽ CBL വേണം. ഞങ്ങളുടെ വിജയം, ഞങ്ങളോടൊപ്പമാണ് വിജയം. ഉള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന കഴിഞ്ഞ ദിവസം വൈകിട്ട് പുനരാരംഭിച്ചു. വിവിധ ഓഫീസുകൾ വഴിയുള്ള ടിക്കറ്റ് വിൽപ്പനയും പുനരാരംഭിക്കും. പന്തൽ പണിയുടെ കരാറുകാർ വൈകാതെ മടങ്ങിയെത്തും. ഓണം അവധിക്ക് മുമ്പേ ഒരുക്കങ്ങൾ വേഗത്തിലാക്കാനാണ് തീരുമാനം. 24 ആലപ്പുഴ. എന്തായാലും 28-ാം തീയതി വള്ളംകളി നടക്കും. നമുക്ക് ഈ ക്ലബ്ബുകൾക്കൊക്കെ ഭാരിച്ച ബാധ്യതയായി മേഘവാളികൾക്കിടയിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കമൻട്രിയുമായി വരുന്നുണ്ട്. ഞാനും ആഷ്മിയും S വിജയകുമാറും വള്ളംകളിയുടെ തത്സമയ വിവരങ്ങൾ, ദൃക്സാക്ഷി വിവരങ്ങൾ നൽകാൻ എത്തുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും 24 തുടങ്ങിക്കഴിഞ്ഞു. അവിടെ കാണാം നമുക്ക്.